ഹായ് ഗൈസ്. അപ്പോൾ ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് ഒരു ട്രിപ്പ് പോകുന്നതാണ്. മാളുവിൻ്റെ ഓഫീസിൽ ഒരു ടീം ഔട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ട്രിപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ബസ് മുരഹര എന്നുള്ള ബസ്സാണ്. ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് കണ്ടിന്യൂറ്റി കുറവായിരിക്കും. നമ്മൾ പോകുന്ന ട്രിപ്പിലെടുത്ത കുറച്ച് വീഡിയോസ് വെച്ചിട്ടുള്ളൊരു വ്ളോഗാണിത്. ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം സൈഡിലേക്ക് നമ്മൾ ബസ് ബുക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവർ നമുക്കൊരു വാട്ടർ ബോട്ടിലൊക്കെ തന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം സൈഡിലോട്ട് ഏതാ നല്ല സർവീസ് എന്നറിയില്ല. ഏതോ ഒരു ഓർമ്മയിൽ മുരഹര എൻ്റെ ഓർമ്മയിൽ വന്നതുകൊണ്ട് ഞാൻ ആ ബസ് തന്നെ ബുക്ക് ചെയ്തു. നല്ല ബസ്സായിരുന്നു. അങ്ങനെ നൈറ്റ് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. അതും നല്ലൊരു റെസ്റ്റോറൻ്റാണ് അവർ നിർത്തിയത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു, നല്ല സ്പേഷ്യസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഓർഡർ ചെയ്തത് മസാല ദോശയാണ്. നല്ല ഫുഡായിരുന്നു, അങ്ങനെ മോശം പറയാനുള്ള ഫുഡൊന്നുമല്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. എന്തായാലും നല്ല ഹോട്ടലായിരുന്നു. ഇതായിരുന്നു ബസ് നിർത്തിയത് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച ഹോട്ടല്. അപ്പോൾ ഇതുവഴി പോകുന്നവർക്ക് എന്തുകൊണ്ട് കയറാൻ പറ്റിയ ഹോട്ടലാണ്. മിക്കവാറും ഇതുവഴി പോകുന്നവർക്ക് അറിയായിരിക്കും ഈ ഹോട്ടല്. അപ്പം നമ്മളെ ബസ് പുറപ്പെടാൻ ടൈമായി. എല്ലാവരും കയറി തുടങ്ങി. അപ്പം നമ്മൾ വന്ന ബസ്സിലേക്ക് കയറുന്നതാണ്. അപ്പം പിന്നെയാണ് മനസ്സിലായത്, ഞാൻ എടുത്തൊരു ഫൂട്ടേജിൽ നമ്മളെ സ്ഥലത്തിൻ്റെ പേരുണ്ട്. അപ്പം ഇതാണ് സ്ഥലപ്പേര്, ഇതാണ് ഹോട്ടലിൻ്റെ പേര്. അങ്ങനെ ഫുഡും കഴിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മൾ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരെ പോലെയല്ല, ഇവിടെ ക്യാബ് സർവീസ് വളരെ കുറവാണ്. ഓട്ടോക്ക് ചോദിച്ചപ്പോൾ നല്ല റേറ്റ് പറഞ്ഞു. അപ്പം നമുക്ക് പോകേണ്ടത് കോവളത്തേക്കാണ്. അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ നാട്ടിലെ KSRTC ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളുകൾക്ക് ശേഷമാണ് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത്. എൻ്റെ നാട്ടിലേക്ക് കൂടുതലും പ്രൈവറ്റ് ബസ്സാണ്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു. ഇവിടുന്ന് ഏകദേശം ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 2 കിലോമീറ്ററുള്ളുണ്ട് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്ക്. അങ്ങനെ നമ്മൾ ഏകദേശം റിസോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ സ്റ്റേ ബുക്ക് ചെയ്ത റിസോർട്ട്. അങ്ങനെ ഓട്ടോക്കാരനെ സെറ്റിൽ ചെയ്ത് നമ്മൾ റിസോർട്ടിലേക്ക് എൻ്റർ ചെയ്തു. ഇവിടെ റിസപ്ഷനിലേക്കാണ് മാള് പോകുന്നത്. പക്ഷേ റിസപ്ഷനൊന്നും ആരെയും കാണുന്നില്ല. ഒരു ചെറിയൊരു റിസോർട്ടാണ്. ശരിക്കും നമ്മളെ ചെക്ക് ഇൻ ടൈം 11:30ക്ക് ശേഷമാണ്. പക്ഷെ നമ്മൾ രാവിലെ എത്ത ഉടനെ ഇങ്ങോട്ട് വന്നു. പക്ഷെ റൂം വേക്കൻ്റ് അല്ല, അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മളിതിൻ്റെ റൂഫ് ടോപ്പിലാണ് ഉള്ളത്. ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് കടലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഏകദേശം ഒരു 11:30 ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ റൂം കിട്ടി. റൂമൊക്കെ കിട്ടി ഫ്രഷായി മാള് നേരെ ഓഫീസ് മീറ്റിങ്ങിന് പോയി. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രിവാൻഡ്രം ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. യാത്ര ഫുള്ള് KSRTCയിൽ ഓട്ടോയിലൊക്കെ തന്നെയാണ്. അങ്ങനെ ഈസ്റ്റ് ഫോർട്ട് എത്തി ഒരു KSRTC പിടിച്ചു. അങ്ങനെ ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്. കുറേ പാർട്ടികളെയും സംഘടനകളെയും എപ്പോൾ നോർമലി കാണാറുള്ള പോലെ കുറേ സമരങ്ങളും ധർണകളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ മുന്നിൽ. അപ്പോൾ അതൊക്കെ പാസ് ചെയ്ത് ബസ് പിന്നെയും നേരെ മുന്നോട്ടേക്ക് പോയി. അതിനുശേഷം ഞാൻ നേരെ കണ്ടത് ഇവിടെയുള്ള പ്രശസ്തമായൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. കാണാനൊക്കെ നല്ല രസമാണ് ഈ ഒരു പള്ളി, റോഡ് സൈഡിൽ തന്നെയുള്ളത്. പക്ഷെ ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. അപ്പോൾ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ അതിന് തൊട്ടടുത്തുള്ള സ്റ്റേഡിയം കണ്ടു. നിറയെ അത്ലറ്റിക്സ് ഒക്കെ നടക്കാറുള്ള സ്റ്റേഡിയമാണ്. മുന്നേ ഞാൻ ഇതുവഴി പോകുമ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ട് കുട്ടികളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള ഒരു മുസ്ലിം പള്ളി കണ്ടു. ഇതിന്റെയും പേരെനിക്കറിയില്ല. അതുപോലെ തന്നെ അതിനോട് തൊട്ടു ചേർന്നിട്ടുള്ള ഒരു ഗണപതി ക്ഷേത്രവും കണ്ടു. അപ്പോൾ സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ലഞ്ചാണല്ലോ. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലിൽ കയറി. അപ്പോൾ സദ്യയാണ് ഞാൻ ഓർഡർ ചെയ്തത്, മീൽസ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സദ്യയായിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, കറികളും തൊടുകറികളൊക്കെ ആയിട്ട്. ഞാനൊരു പ്ലേറ്റ് മത്തി ഫ്രൈ ഓർഡർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ മീൻകറി ഇവിടെ ചെറിയൊരു വേറെ തന്നെ ഒരു പാത്രത്തിലാണ് എനിക്ക് തന്നത്. അതുപോലെ മീൻകറി കഴിക്കാൻ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കപ്പ ഉണ്ടായിരുന്നു. ചോറിൻ്റെ കൂടെയുള്ളതാണ് കപ്പ. അങ്ങനെ നല്ലൊരു ഊണും കഴിച്ച് വയറ് നിറഞ്ഞു. പിന്നെ ഇവിടെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുമ്പം നമ്മൾ കഴിച്ച് ഇലയെടുക്കണം. എനിക്കൊരു അബദ്ധം പറ്റുമായിരുന്നു, പക്ഷെ മുന്നേ ഉള്ള ആള് എടുത്തത് കണ്ടുകൊണ്ട് ഞാനും എടുത്തു. അപ്പം പുറത്തിറങ്ങി നോക്കുമ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഇപ്പൊ കാണുന്ന ഈ ആസാദ് റെസ്റ്റോറന്റ് ഇല്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഫുഡ് കഴിച്ച കട. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഹോട്ടൽ അനന്തപുരി, നല്ല തനി നാടൻ ഭക്ഷണമാണ്. അപ്പൊ ഇനി എന്തായാലും ഞാൻ റൂമിലേക്ക് പോകുന്നതാണ്. ഈവനിങ് ആയപ്പോഴേക്കും മാള് എത്തി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനെയും കൂടി വിളിച്ചു. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. നമ്മൾ നേരെ കോവളം ബീച്ചിലേക്ക് പോകാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളങ്ങനെ ബീച്ചിന് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഷോപ്സ് ഒക്കെ ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഫോറിനേഴ്സ് ഒക്കെ നടന്നു പോകുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം ബീച്ചിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ നമ്മൾ വണ്ടി വെച്ച് ബീച്ചിലേക്ക് ഇറങ്ങി. അവിടെയുള്ള നടക്കാനുള്ള ഏരിയ കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള റെസ്റ്റോറൻറ്റുകളും അതുപോലെ ഡ്രസ്സിന്റെ ഷോപ്സ് ഒക്കെ തുറന്നിട്ടുണ്ട്. പല കടയിൽ നിന്ന് നമ്മൾ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ 2 ഫ്രണ്ട്സ്. ഓൾറെഡി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു സ്പോട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിലൊന്നും കയറാതിരുന്നത്. ആ സ്പോട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇവിടെ അതുപോലെ തന്നെ കുറേ ലൈവ് ഫിഷിന്റെ കൗണ്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് സെലക്ട് ചെയ്തിട്ട് അവരപ്പം തന്നെ അത്
കുക്ക് ചെയ്ത് ഗ്രില്ല് ചെയ്ത് എങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ അവരത് ചെയ്തു തരും. നമ്മൾ ഫ്രണ്ട്സ് കൂടിയാൽ പിന്നെ നമുക്ക് പിന്നെ പറഞ്ഞാൽ തീരാത്ത അത്ര കഥകൾ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ മാളുവിന്റെ ഡ്യൂട്ടിയായി. മാള് ഷൂട്ട് ചെയ്ത് പിന്നെ അറിയാലോ, നിങ്ങൾ ഈ കാണുന്ന പോലെ ബാഗ്, ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എടുക്കുക. ഇപ്പൊ കാണുന്നില്ലേ കുറെ ഫാഷൻ ഓർണമെന്റ്സ്. അപ്പൊ നമ്മളിപ്പോ നടന്നു പോകുന്നത് ആ കാണുന്ന ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്കാണ്. ലൈറ്റ് ഹൗസിന്റെ അടുത്ത് വരെ എത്തൂല, ബീച്ചിന്റെ ഒരു എൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റോറന്റ് ഒക്കെ നല്ല ലൈറ്റിംഗ് എല്ലാം ചെയ്ത് ഫിഷൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. കുറെ ആൾക്കാരുണ്ട് റെസ്റ്റോറന്റ് അകത്ത്. പക്ഷെ മെയിൻലി ഉള്ളതൊക്കെ ഫോറിനേഴ്സ് ആണ്. നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ലൈറ്റ് ഹൗസിന് മോർണിംഗ് മാത്രമേ എൻട്രി ഉള്ളൂ. മോർണിംഗ് നമുക്ക് ഇതിന്റെ മുകളിൽ വരെ കയറാൻ കഴിയും. അപ്പൊ നാളെ രാവിലെ എന്തായാലും നമ്മൾ ഒന്നും കൂടി വരും ഇതിന്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ കൂടുതലായുള്ള കടകളൊക്കെ ബീച്ച് വ്യൂസും അതുപോലെ തന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ ഉണ്ട്. അതിൽ തന്നെ നമ്മുടെ കഥകളി, കേരളവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ട് ഫോംസ് ഇതൊക്കെയാണ് ഉള്ളത്. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ബീച്ചിന്റെ ഒരു എൻഡിൽ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ച് പുറകിലേക്ക് പോകണം. ലൈറ്റ് ഹൗസിൽ എന്തായാലും നമ്മൾ നാളെ രാവിലെ വരും. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്ന് ഏകദേശം നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. നമ്മൾ പോകുന്നത് അഫ്സൽ ചിക്കൻ എന്ന് പറഞ്ഞ കടയിലേക്കാണ്. എനിക്കൊന്ന് ട്രിവാൻഡ്രംകാർക്കൊക്കെ അറിയാം ആ കട. അപ്പൊ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അഫ്സൽ ചിക്കനിലെ സ്പെഷ്യൽ ചിക്കനും അതുപോലെ തന്നെ ചെറിയ കോയിൻ പൊറോട്ട പോലത്തെ പൊറോട്ടയും. അതായത് ഒരു ചിക്കനെ ഒരു 4 പീസാക്കി കട്ട് ചെയ്യും. ഒരു പീസാണ് ഒരാൾക്ക് എന്നുള്ളത്. എത്ര വേണമെങ്കിലും കഴിക്കാം, പക്ഷെ ഒരു പീസ്. അതിൽ അവരുടെ ഒരു സ്പെഷ്യൽ മസാലയും മുളകും ഇതൊക്കെ വറുത്തിട്ടിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം. ഞാൻ മുന്നേ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വരണം എന്ന് പറഞ്ഞത്. മാളുവൊക്കെ ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതാണ്. സംഭവം ഇതിന് നമുക്ക് വേറെ ഗ്രേവിന്റെ ഒന്നും ആവശ്യമില്ല. ഇവരൊരു ഗ്രേവി ഇവിടുന്ന് തരും, എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ചിക്കൻ്റെ ഒരു പീസും അതുപോലെ തന്നെ ഇതിന്റെ കൂടെയുള്ള ഈ മസാലയൊക്കെ കൂട്ടിയിട്ടാണ് ഇത് കഴിക്കേണ്ടത്. നല്ല സ്പൈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ട് ചോദിച്ചാൽ അവർ വീണ്ടും നമുക്ക് ഈ മസാല മാത്രം കൊണ്ടുതരും. ഒരു പൊറോട്ടയുടെ സൈസ് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു നോർമൽ പൊറോട്ട ഒരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ ഒരു പൊറോട്ടയുടെ സൈസ് ഒക്കെ. അപ്പോൾ ഒരു വെറൈറ്റി ചിക്കൻ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. അത്യാവശ്യം സ്പൈസി ചിക്കനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഈ സാധനം ഇഷ്ടപ്പെടും. അത്യാവശ്യം കുറച്ച് തിരക്കുള്ള കടയാണ്. ചില സമയത്ത് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടിക്ക് വരും. അപ്പൊ ആ ഒരു സ്പോട്ട് മറക്കണ്ട, വിഴിഞ്ഞത്ത് പോകുന്ന റൂട്ടാണ്, അഫ്സൽ ചിക്കനാണ്. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വിഴിഞ്ഞം ഹാർബറിന്റെ സൈഡിലോട്ടൊന്ന് പോകാന്ന് വിചാരിച്ചു. നമുക്ക് വളരെ ദൂരെയായിട്ട് ഇപ്പൊ ഷിപ്പ് കാണാൻ കഴിയുന്നുണ്ട്. അതിലേക്ക് കണ്ടെയ്നർ ഇങ്ങനെ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ദൂരെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഓരോ ബ്ലാക്ക് ടീ കുടിക്കാന്ന് വെച്ചു. അപ്പൊ ഇവിടെയുള്ള ഒരു ഫേമസ് സ്പോട്ടായ ഉസ്താദ് ഹോട്ടലിൽ നമ്മൾ വന്നു. അങ്ങനെ നമ്മൾ 3 ബ്ലാക്ക് ടീ ഓർഡർ ചെയ്തു. 2 കളറായിട്ടാണ് നമുക്ക് ഇവിടെ ബ്ലാക്ക് ടീ കിട്ടുന്നത്. അതായത് ചായയുടെ മുകൾ ഭാഗം നല്ല ബ്രൗൺ കളറും താഴത്തോട്ട് വൈറ്റ് കളറും ആയിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ ഇട്ടുപോയെന്ന് അറിയില്ല, പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു ബ്ലാക്ക് ടീക്ക്. ബ്ലാക്ക് ടീയും കുടിച്ച് നമ്മുടെ സരുണിന് കുറച്ച് മീൻ കിട്ടിയാന്നല്ലായിരുന്നു നമ്മൾ ബോട്ട് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി പോയി. ഇവിടുന്ന് ബോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ മീൻ ലേലം വിളിച്ചെടുക്കാൻ കഴിയും. അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബോട്ട് വന്നാലോ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹാർബർ വളരെ അടുത്തായിട്ട്, കുറച്ചുകൂടെ അടുത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് സമയം നിന്നിട്ടും ബോട്ടൊന്നും വരാതായപ്പം നമ്മൾ പിന്നെ തിരിച്ചു പോകാന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഏരിയയിൽ ഈ ഉസ്താദ് ഹോട്ടൽ മാത്രമല്ല, ഇതിനടുത്തായിട്ട് തന്നെ കുറച്ചുകൂടി വേറെയും കുറച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. കൂടുതലും നല്ല സീ ഫുഡ് കിട്ടുന്നതാണ്. അവർ സ്പെഷ്യൽ അവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട്. രാത്രിയൊക്കെ അത്യാവശ്യം കുറെ ആൾക്കാരൊക്കെ വരുന്നതും ഫാമിലിയൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു ലെമൺ സോഡ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അപ്പോഴാണ് ഈ സാധനം കാണുന്നത്. ഒരു പുതിയൊരു ഫ്രൂട്ടാന്നാണ് പറഞ്ഞത് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പൊ എൻ്റെ നാട്ടിലൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ ആർക്കും ഇതിലെ പേരറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ നമ്മളെ ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് ഡേ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരിക്കാണ്. അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ തിരിച്ച് നമ്മളെ റിസോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. പിന്നെ നാളെ നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വേണം നമുക്ക് ഇവിടെ തിരിച്ചു പോകാൻ. നമ്മൾ ഇന്ന് പോയ ലൈറ്റ് ഹൗസിലൊക്കെ നമുക്ക് നാളെ പോകാനുണ്ട്.